നാം ഏറ്റവും അധികം സ്നേഹിക്കുന്നവർക്കാണ് പലപ്പോഴും നമ്മെ ഏറ്റവും നന്നായി ചതിക്കാൻ കഴിയുന്നത്. കാരണം നമ്മുടെ ദൗർബല്യങ്ങളുടെ താക്കോൽ അവരിൽ ഭദ്രമാണ്. മറ്റുള്ളവരുടെ ശ്രദ്ധ നേടുന്നതിനേക്കാൾ നമ്മൾ അവരുടെ ബഹുമാനം നേടാനാണ് ശ്രമിക്കേണ്ടത്. അതിനായി ഒഴിവുകഴിവുകൾ പൂർണ്ണമായി ഒഴിവാക്കി ഓരോ നിമിഷവും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരെ ആശ്രയിച്ച് നിങ്ങളുടെ ഭാവി കണക്ക് കൂട്ടരുത്. ചിലർ വഴി തിരിഞ്ഞു നടക്കും, മറ്റു ചിലർ ജീവിതം പഠിപ്പിക്കും, ചിലർ മാത്രമേ ഒടുക്കം വരെ കൂടെ ഉണ്ടാകൂ. ഒരു നല്ല സുഹൃത്ത് നിങ്ങളുടെ കുറവുകളെക്കുറിച്ച് തീർച്ചയായും നിങ്ങളോട് തുറന്നു പറയും. ഞാൻ എന്താണ് പറഞ്ഞത് അതിന് ഞാൻ ഉത്തരവാദിയാണ്, പക്ഷെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കി എന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക എന്നത്. എന്നെ ബഹുമാനിക്കാത്ത ആളുകളെ ഞാൻ ബഹുമാനിക്കുന്നില്ല. അവർ അതിനെ ഈഗോ എന്ന് വിളിക്കുന്നു, പക്ഷെ ഞാൻ അതിനെ ആത്മാഭിമാനം എന്ന് വിളിക്കുന്നു. അർഹതയുണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് അവകാശപ്പെട്ടത് നമ്മെ തേടിയെത്തും. നിങ്ങളെ നോക്കുന്ന വ്യക്തിയിലേക്ക് നോക്കുക. നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ആ വ്യക്തിയെ സ്നേഹിക്കുക. നിങ്ങൾക്കായി കാതോർക്കുന്നുവെങ്കിൽ നിങ്ങളും അവരെ കാതോർക്കുക. നിങ്ങളെ ചേർത്ത് പിടിക്കുമെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ നൽകുക. കൂടെയുള്ളവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പലപ്പോഴും നമ്മൾ വേണ്ടെന്ന് വയ്ക്കുന്നവരാണ്. പിന്നീട് ഒരിക്കലും അത് നേടാൻ കഴിയാതെ നമ്മൾ ഉള്ളിൽ 1000 തവണ കരഞ്ഞിട്ടുണ്ടാവും. ഒരു കാര്യം ആലോചിക്കണം. ഇനിയും സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വയ്ക്കുമ്പോൾ നമുക്ക് വേണ്ടി ആരും അവരുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്നില്ല എന്ന സത്യം കൂടെ ചിന്തിക്കണം. ഒരാൾക്ക് നമ്മളെ വെറും നിസ്സാരമായി പറ്റിക്കാൻ കഴിയുമെങ്കിൽ അതൊരിക്കലും അവരുടെ സാമർഥ്യമല്ല, അവരെ നമ്മൾ അത്രമേൽ വിശ്വസിച്ചിരുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ മൂല്യം ആരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കരുത്. ഒരു വ്യക്തി നിങ്ങളെ വിലമതിക്കുന്നില്ലെങ്കിൽ അവർ നിങ്ങളെ അർഹിക്കുന്നില്ല. സ്വയം ബഹുമാനമുള്ളവർ ആയിരിക്കുക. വിട്ടുപോകാൻ നിർബന്ധം പിടിക്കുന്നവരെ പിടിച്ചു നിർത്താതെ സ്വതന്ത്രമാക്കി വിടുന്നതിലാണ് നിങ്ങളുടെ മഹത്വം. നമ്മൾ കിട്ടില്ലെന്ന് ഉറപ്പിച്ചതുപോലും നമ്മളെ തേടിയെത്തിയേക്കാം. തളരാതെ പരിശ്രമം തുടരുക. അധ്വാനത്തിൻ്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി വരും. ഒരിക്കലും മറ്റുള്ളവരുടെ വികാരങ്ങളെ കളിയാക്കരുത്. കാരണം നിങ്ങളതിൽ വിജയിച്ചേക്കാം, പക്ഷെ ആ വ്യക്തിയെ എന്നേക്കുമായി നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ സ്നേഹം നൽകുക. നിങ്ങൾക്ക് സത്യം വേണമെങ്കിൽ സത്യസന്ധരായിരിക്കുക. നിങ്ങൾക്ക് ബഹുമാനം വേണമെങ്കിൽ ബഹുമാനം നൽകുക. നിങ്ങൾ എന്ത് നൽകുന്നുവോ അത് നിങ്ങളിലേക്ക് മടങ്ങി വരും. മനസ്സിന് ശക്തിയില്ലാത്തവർ എല്ലാത്തിനോടും പ്രതികരിച്ചു കൊണ്ടിരിക്കും. എപ്പോഴും എല്ലാത്തിനോടും പ്രതികരിച്ചു കൊണ്ടിരുന്നാൽ ജീവിതം ദുരിതപൂർണമായി തീരും. മറ്റുള്ളവരുടെ പ്രശംസ മാത്രം ആഗ്രഹിച്ച് ഒന്നും ചെയ്യരുത്. നമുക്ക് പ്രശംസ ലഭിക്കുന്നത് പ്രചോദനം നൽകുന്ന കാര്യം തന്നെയാണ്. ആരും നമ്മളെ പ്രശംസിച്ചില്ല എങ്കിലും ഒരിക്കലും അതിൽ സങ്കടപ്പെടരുത്. സ്വപ്നം കാണുക, അത് യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുക. വിജയത്തിലേക്കുള്ള ഊർജം നൽകുന്നത് സ്വപ്നങ്ങൾ തന്നെയാണ്. നമ്മുടെ സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞ് അത് എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കണം. എല്ലാത്തിനും വിദഗ്ധരായി ആരും തന്നെയില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും മിടുക്കരാണെന്നത് തീർച്ചയായ കാര്യമാണ്. വെറുപ്പിനെ ഒരിക്കലും വെറുപ്പ് കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല. എന്നാൽ സ്നേഹത്താൽ വെറുപ്പിനെ ഇല്ലാതാക്കാൻ കഴിയും.